ഹിമാചൽ പ്രദേശിലെ ഷിംല എന്ന് പറയുന്ന മനോഹരമായ സ്ഥലത്ത് ഞാൻ എത്തിച്ചേർന്നിരിക്കുകയാണ്. മനോഹരമായ ക്രൈസ്റ്റ് ചർച്ചിൻ്റെ മുൻഭാഗത്താണ് ഞാനിപ്പോൾ ആയിരിക്കുന്നത്. ഇതിൻ്റെ മനോഹാരിത തന്നെയാണ് ടൂറിസ്റ്റുകളെ ഏറ്റവും കൂടുതൽ ഷിംല എന്ന് കേൾക്കുമ്പോൾ ഈ ഒരു ദേവാലയത്തിലേക്ക് ആകർഷിക്കുവാനുള്ള കാരണമെന്ന് പറയുന്നത് ബ്രിട്ടീഷുകാരുടെ കാലത്ത് പണി തീർത്തിരിക്കുന്ന ദേവാലയമാണ്. അതിൻ്റെ പരിസര പ്രദേശങ്ങളൊക്കെ വളരെ ഭംഗിയായിട്ടാണ് സൂക്ഷിച്ചിരിക്കുന്നത്. ഏക്കർ കണക്കിന് സ്ഥലത്താണ് ദേവാലയത്തിൻ്റെ കോമ്പൗണ്ട് തന്നെ സ്ഥിതി ചെയ്യുന്നത്. ദേവാലയം സ്ഥിതി ചെയ്യുന്ന വളരെ കുറച്ച് സ്ഥലത്ത് മാത്രമാണെങ്കിൽ ദേവാലയവുമായി ബന്ധപ്പെട്ട ഒത്തിരിയേറെ സ്ഥലങ്ങൾ ഈ ഒരു ഭാഗത്ത് കാണുവാൻ സാധിക്കും. ഒരു കുന്നിൻ മുകൾ ഭാഗത്താണ് ബ്രിട്ടീഷുകാരുടെ കാലത്ത് ഈ ഒരു ദേവാലയം പണി തീർത്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ടൂറിസ്റ്റുകളുടെ ഇഷ്ട വിനോദസഞ്ചാര കേന്ദ്രമായിട്ട് നിലകൊള്ളുകയാണ്. നാമൊക്കെ ഒത്തിരിയേറെ ദേവാലയങ്ങൾ കണ്ടിട്ടുണ്ട്. പക്ഷേ ഈ ഒരു ദേവാലയത്തിൻ്റെ വലിയൊരു പ്രത്യേകത എന്ന് പറയുന്നത് നിയോ ഗോത്തിക് ടൈപ്പിലാണ് ഇതിൻ്റെ ആർക്കിടെക്ചർ എല്ലാം നടത്തിയിരിക്കുന്നത്. ഇത് നടത്തിയിരിക്കുന്നതാകട്ടെ ബ്രിട്ടീഷുകാരനായ ജോൺ തിയോഫിലോസ് ആൻഡ് ലോക്ക്വുഡ് എന്ന് പറയുന്ന രണ്ട് ബ്രിട്ടീഷ് എൻജിനീയേഴ്സാണ്. അവരുടെ കൈവപ്പോടുകൂടിയാണ് 1844 സെപ്റ്റംബർ മാസം 9 ഈ ഒരു സ്ഥലം വന്ന് കാണുകയും ഇവിടെ ഒരു ദേവാലയം പണിയണം എന്നുള്ള ചിന്തയോടുകൂടി അതിന് അടിസ്ഥാനമിടുകയും ചെയ്തത്. ഇതിൻ്റെ പണി മുഴുവനും പൂർത്തീകരിച്ചത് 1857 കാലഘട്ടങ്ങളിലാണ്. ദേവാലയത്തിന് ഉൾഭാഗമാണെങ്കിൽ അതിമനോഹരമായ രീതിയിൽ കാസൂക്ഷിച്ചിരിക്കുകയാണ്. ഇന്ന് ഇവിടെ ദേവാലയത്തിൽ വിശുദ്ധ കുർബാനയും മറ്റു കാര്യങ്ങളുമൊക്കെ എല്ലാ ദിവസവും അർപ്പിക്കപ്പെടുന്നില്ല. പ്രത്യേക തിരുനാൾ അവസരങ്ങളിൽ മാത്രമാണ് എന്നുള്ള കാര്യമാണ് ഇന്ന് ഞങ്ങൾക്ക് അറിയുവാൻ സാധിച്ചിരിക്കുന്നത്.